ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആരാധന. യേശുവേ ആരാധന. 2 കൊരിന്തോസ് 1:20. 2 കൊരിന്തോസ് 1:20. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. അപ്പൊ ക്രിസ്തുവിനെ കൊടുക്കുന്നതിന്റെ പ്രഥമ പടിയായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യും? ക്രിസ്തു അനുഭവത്തിൻ്റെ സാക്ഷ്യങ്ങൾ കൊടുക്കും. ക്രിസ്തു ഈ ഒരു മാസം മുഴുവനും, കഴിഞ്ഞ മാസം മുഴുവനും ക്രിസ്തുവിനെ അനുഭവിച്ച ആൾക്കാരുടെ സാക്ഷ്യങ്ങൾ ഈ മാസം നമ്മൾ കൊടുക്കും. ആർക്ക് കൊടുക്കും? സൗമ്യയെപ്പോലുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് കൊടുക്കും. ആര് കൊടുക്കും? ക്രിസ്തുവിനെ കൊടുക്കാൻ ദൈവം നിങ്ങളെപ്പോലുള്ള ആൾക്കാർ അഭിഷേകം ചെയ്തിട്ടുണ്ട്. ഈ കാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം അതാണ്. ലക്ഷക്കണക്കിന് മനുഷ്യരെയാണ് പ്രേക്ഷിതരായിട്ട് കേരളത്തിൻ്റെ എവിടെ ലോകത്തിൽ എവിടെ ചെന്നാലും കൃപാസനത്തിൻ്റെ ഏതെങ്കിലും പത്രം കൊണ്ട് ആൾക്കാർ നിൽക്കണ കാണാം. വെയിലത്തായാലും ശരി, ആശുപത്രിയിലായാലും ശരി, അത് പൊതിച്ചോറായാലും ശരി, ഭക്ഷണമായാലും ശരി, പണമായാലും ശരി, ആൾക്കാർ കൈമാറിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലാത്തവരുമായിട്ട്. എന്തൊരു വലിയ സുവിശേഷ വേലയാണ് ഉടമ്പടിയിലൂടെ ലോകം മുഴുവൻ നടന്നിരിക്കുന്നത്. എന്തുമാത്രം ഒരു പരിപാടിയാണ്. പക്ഷേ അതിൽ ഏറ്റവും ടോപ്പ് ഏതാണ്? നമ്മുടെ കടമയെന്ന് പറയുന്നത് എന്താണ്? അതില്ലാതെ നമ്മുടെ കടമയാണെങ്കിലും ഏറ്റവും ടോപ്പ് എന്താണ്? ക്രിസ്തുവിനെ കൈമാറുന്നത് തന്നെയാണ്. ക്രിസ്തുവിനെ കൈമാറുന്നത് എങ്ങനെയാണ്? ആ വേദനിക്കുന്നവന് വേദനയുടെ അതേ തോതിൽ തന്നെ. കുറച്ച് കഴിയുമ്പോൾ എങ്ങനെ അറിയാവോ? അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ പത്രമൊക്കെ അവർക്ക് മനസ്സിലായി. അവളെ കൃപാസനത്തിലേക്ക് വരും. കൃപാസനത്തിലേക്ക് വരുമ്പോൾ ഇവളെ കൂട്ടുകാരത്തി രണ്ടാമതൊരു കാര്യം ഇവൾ പറയും, എടി ഞാനൊരു സ്വപ്നം കണ്ട്. അത് വേറൊരു കൂട്ടുകാരത്തിയാണ്. അതെന്താ വെച്ചാൽ നിൻ്റെ ചാരി എന്ന് പറഞ്ഞാൽ നിൻ്റെ കുഞ്ഞില്ലേ, മരിച്ചുപോയ കുഞ്ഞ്, അത് മാതാവിൻ്റെ അടുത്ത് ഇരിക്കണത് ഞാൻ കണ്ടെന്ന് പറയും. അതായത് നിങ്ങളോടത് ഞാനത് പറയുമ്പോൾ നിങ്ങൾക്കൊന്നും ഫീൽ ചെയ്യത്തില്ല. പക്ഷേ അവൾ മാസങ്ങളായിട്ട് മരിച്ചുപോയ കുഞ്ഞിനെക്കുറിച്ചുള്ള വേദന മുഴുവനും ഒരു സെക്കൻഡ് കൊണ്ട് മാതാവുകളുടെ ഹൃദയത്തിൽ നിന്ന് വൈപ്പ് ഔട്ട് ചെയ്ത് കളയും. എന്ന് പറഞ്ഞാൽ അതോടുകൂടി എനിക്ക് ആശ്വാസമായി. ഏതാണ്? എൻ്റെ കുഞ്ഞ് മരിച്ചിട്ടില്ല, എൻ്റെ കുഞ്ഞ് മാതാവിൻ്റെ കൂടെ ഉണ്ടെന്ന്. അതൊരു മിഥ്യാധാരണയല്ല, അത് ആന്തരികമായ അഭിഷേകത്തിൽ അവർക്ക് കിട്ടിയ ആന്തരിക ബോധ്യമാണ്. ദൈവത്തിലെ നിൻ്റെ ഏത് ആഴപ്പെട്ട വേദനയായാലും ദൈവത്തിന് ഒരു സെക്കൻഡ് മതി അതെടുത്ത് മാറ്റിക്കൊണ്ട് കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, എൻ്റെ വേദനയും എൻ്റെ ഭാരവും ഇതുപോലെ ഒരു കാലത്ത് ഒരു സമയം അങ്ങെടുത്ത് മാറ്റുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവശേഷിക്കുന്ന ഈ കാലത്ത് നിന്നെ കൈമാറി ജീവിക്കുവാൻ, അതൊരു കടമയായി സ്വീകരിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ഹല്ലേലൂയ. യേശുവേ അടയാളം കാണുമ്പോഴും വിശ്വാസം പ്രഖ്യാപിക്കുവാനുള്ള വലിയ അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഈ സൗമ്യയുടെ സ്റ്റോറി അവസാനിക്കണത് എന്ത് രസമാണെന്ന് അറിയാമോ? അതായത് അതിനുശേഷം അവൾ ഉടമ്പടി എടുക്കുന്നു. ഉടമ്പടിയിലൂടെ അവൾ അത് 2-3 മാസം കഴിയുമ്പോൾ ഗർഭം ധരിക്കുന്നു. അവൾ അമ്മയോടൊരു കാര്യം ചോദിച്ചുള്ളൂ, അമ്മേ എൻ്റെ മരിച്ചുപോയ കുഞ്ഞിൻ്റെ അതേ ലക്ഷണത്തിൽ എനിക്ക് കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് പറ്റി? അതേ ലക്ഷണത്തിൽ തന്നെ ആ കുഞ്ഞിനെ തന്നെ അമ്മ തിരിച്ചു കൊടുത്തു.
ഹല്ലേലൂയ. യേശുവേ നന്ദി. ഓർക്കുക, ദൈവത്തിന് ഒരു നിമിഷം മതി. നമ്മുടെ മുമ്പിലുള്ള വിഷയം അനുഗ്രഹങ്ങൾ ആർജിക്കുന്നതിനേക്കാൾ വലുതാണ്. ആ അനുഗ്രഹം നമുക്ക് തരുന്നവരെയുള്ള സമയത്ത് അത് വെച്ച് ക്രിസ്തുവിനെ നേടാൻ വേണ്ടി പരിശ്രമിക്കുക. ഗോട്ട് മീ. താങ്ക് യു. എഴുന്നേൽക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും നിൻ്റെ സകല സാഹചര്യത്തിന് ഇത്തിരി സമയം ആവശ്യമുണ്ടെന്ന് കർത്താവിന് തോന്നുകയാണെങ്കിൽ നിന്നെ ബലപ്പെടുത്തുകയും ചെയ്യുന്ന ഏറ്റവും നല്ല നിമിഷമാണിത്. കർത്താവിൻ്റെ വചനങ്ങൾ നീ കേട്ടു, നിൻ്റെ വിശ്വാസവും ശക്തിപ്പെട്ടു, നിൻ്റെ പ്രത്യാശ എരിവുള്ളതായി. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഈ ഞായറാഴ്ച പ്രഭാതത്തെ ചെലവഴിക്കാൻ കർത്താവ് നിന്നെ അനുഗ്രഹിച്ചു. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. കർത്താവ് എനിക്ക് 40 കൊല്ലം കർത്താവിൻ്റെ പൗരോഹിത്യത്തിൽ നിലനിർത്തി 2 പ്രാവശ്യം പരിശുദ്ധ അമ്മയെ നേരിട്ട് കാണാനും അമ്മേൻ്റെ വായിൽ കൈവച്ച് അതിനെ സുവിശേഷം കൈമാറാൻ വേണ്ടിയുള്ള അനുഗ്രഹം തന്നു. അതിൻ്റെ പേരിൽ അനേകം മക്കൾ ഇന്ന് ഉടമ്പടി എടുത്ത് ജീവിച്ച് നമ്മൾ ദൈവത്തിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ദൈവമാതൃത്വത്തിൻ്റെ മഹനീയമായ വലിയ അടയാളങ്ങൾ ഈ ലോകം മുഴുവനും ഉള്ള മനുഷ്യർ കണ്ടുകൊണ്ടിരിക്കുന്നു. മലയാളികളിലൂടെ മറ്റു ജനപദങ്ങളിലേക്കും വിശ്വാസം കൈമാറപ്പെടുന്നു. ആ ഒരു വിശുദ്ധമായ സ്ഥലത്ത് നീ എത്തിച്ചേർന്നിരിക്കുന്നത് നീ ഒറ്റയ്ക്ക് വന്നതല്ല, കർത്താവ് നിന്നെ കൈപിടിച്ചുകൊണ്ട് വന്നതാണെന്നുള്ള ബോധ്യം. കണ്ണീരിൻ്റെ കാലത്ത് ദൈവം നിന്നെ കൈവിട്ടിട്ടില്ല എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കൈയടിച്ചു കൊടുത്ത ആസ്വദികളല്ലേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പേര് മേരി റിനി. ഞാൻ പള്ളിത്തോട് ഇടവക അംഗമാണ്. ഞാൻ 2021 സെപ്റ്റംബർ 29 ഉടമ്പടി എടുത്തത്. എൻ്റെ ഉടമ്പടി നിയോഗമെന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് ജോലിയായിരുന്നു. കാരണം ഞാൻ 2018 മുതൽ ഒരു CBSE സ്കൂളിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അവിടുത്തെ തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. കാരണം എൻ്റെ ഹസ്ബൻഡ് ആകസ്മികമായി മരിച്ചതുകൊണ്ട് എനിക്ക് പിന്നെ മുന്നോട്ട് ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനുശേഷം കൊറോണ വന്നു. അതിനുശേഷം ഇവിടെ ഉടമ്പടി തുടങ്ങിയപ്പോൾ വന്ന് ഉടമ്പടി എടുത്തു. കാരണം ഏജ് ഓവറാകാൻ പോകുന്നു. അപ്പോൾ ഉടമ്പടി എടുത്ത് പുതുക്കാൻ സമയമായപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള മിസ്സുമാരോട് പറയും, മിസ്സേ ഇനി ഞാൻ ഈ സ്കൂളിന് ഈ ജോലിയുമായി മുന്നോട്ട് പോകാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അടുത്ത വർഷം ഞാൻ വേറെ എന്തെങ്കിലും ജോലി നോക്കും. കാരണം എനിക്കിത് പറ്റില്ല.
അപ്പോൾ അവരും ഉടമ്പടിയിലൊക്കെ ഉള്ളവരായതുകൊണ്ട് അവരും ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരായതുകൊണ്ടും എന്നോട് പറയുമായിരുന്നു, വിഷമിക്കേണ്ട, നീ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. പുതുക്കാനുള്ള സമയമായി. അപ്പോൾ ഒരു മാർച്ചൊക്കെ ആയപ്പോൾ സ്കൂളിലെ ലീവൊന്നുമില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു ദിവസം ലീവ് എടുത്ത് നീ ഉടമ്പടി പുതുക്കൂ, എന്നിട്ട് അമ്മയോട് ഇന്ന് യോഗം പറയൂ, കാരണം ഏജ് ഓവറായി, ഇനി സമയമില്ല. PSCയിൽ ഒരു ലിസ്റ്റ് ഉണ്ടായിട്ട് അതിൽ നിയമനവും നടന്നില്ല. അപ്പോഴേ ഞാനൊരു മാർച്ച് 5 ഇവിടെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കുകയും 2022 മാർച്ച് 5 ഉടമ്പടി പുതുക്കുകയും ആ ദിവസം തന്നെ എനിക്കറിയാൻ സാധിച്ചു, ഞങ്ങളുടെ മാനേജ്മെൻറ്റ് LP സ്കൂളിലേക്ക് പുതിയ ടെസ്റ്റ് നടത്താൻ പോകുന്നു. ആ മാർച്ച് മാസത്തിൽ തന്നെ ടെസ്റ്റിനുള്ള ഗൂഗിൾ ഫോം വരികയും ഞാനും അതിനപേക്ഷിക്കുകയും ചെയ്തു. ഏപ്രിൽ 2 എൻ്റെ ടെസ്റ്റ് നടന്നു. ഒരു 130ഓളം കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വിഷമമായിരുന്നു, കിട്ടുമോ എന്ന് അറിയില്ല. പക്ഷേ പരീക്ഷ കഴിഞ്ഞ് ഒരു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അറിയിപ്പുണ്ടായി, ഏപ്രിൽ 30 ഇൻ്റർവ്യൂ നടക്കുകയാണ്. അങ്ങനെ ഇൻ്റർവ്യൂ അതിൽ നിന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്തില്ല. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഒരാഴ്ചയ്ക്ക് ശേഷം എനിക്കൊരു കോൾ വരികയാണ്. കാരണം ഉടമ്പടി പുതുക്കി ആ 90 ദിവസത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണിത്. അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, ഇവിടെ വരെ ഒന്ന് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ ഒരു 8 പേരോളമുണ്ട്. അപ്പം അച്ഛൻ പറഞ്ഞു, ആദ്യം ഒരു 8 വേക്കൻസി ഉണ്ട്, ഇന്ന് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഇപ്പോൾ ഓരോരുത്തരെയാണ് വിളിക്കുന്നത്. ഇന്ന് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. സാധാരണ മാനേജ്മെൻറ്റിൽ ലിസ്റ്റ് അങ്ങനെ പബ്ലിഷ് ചെയ്യാറില്ല. അപ്പോൾ അതിനു മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എനിക്കൊരു അനുഭവം ഉണ്ടായി. വീട്ടിലിരുന്നൊരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ 2 എന്നൊരു നമ്പർ ഒരു സ്ത്രീ ശബ്ദത്തിൽ എനിക്ക് കേട്ടു. അപ്പം ഞാൻ വാതിക്കെ ചെന്നിട്ട് അമ്മച്ചി ആയിരിക്കുമെന്ന് വിചാരിച്ച് ചെന്ന് നോക്കിയപ്പോൾ ആരുമില്ല, അമ്മച്ചി അപ്പുറത്തെ സൈഡിലാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ടീച്ചേഴ്സിനോട് എന്ന് പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് നിൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു എന്നവർ പറഞ്ഞു. അങ്ങനെ ഞാൻ ഓരോരുത്തരെയായിട്ട് അച്ഛനെ സംസാരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ജൂണിൽ അപ്പോയിൻമെൻ്റ് ഉണ്ടാകും, ജൂൺ 1 ഒരു പെർമനൻറ്റ് പോസ്റ്റിലേക്ക് തന്നെ ആയിരിക്കും അപ്പോയിൻമെൻറ്റ്. നിങ്ങൾ 8 പേര് ആദ്യം ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ആ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. നിൻ്റെ റാങ്ക് 2 ആണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജൂൺ 1 തന്നെ എൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്കൂളിലേക്ക്, ഒരു പെർമനൻറ്റ് പോസ്റ്റിലേക്ക് എന്നെ നിയമിച്ചു. ആ നിയമനം ലഭിച്ച ഒരു വർഷത്തിന് ശേഷം അപ്പോൾ ഒരു ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട ഒരു ഹൈക്കോടതി വിധി വന്നു. ഭിന്നശേഷി സംവരണം പാലിക്കാത്തത് കൊണ്ട് മാനേജ്മെൻറ്റ് നിയമിച്ച നിയമങ്ങളൊന്നും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. കൂടുതൽ വിഷമത്തിലായി. ഞാൻ മാതാവിനെ തന്നെ ആശ്രയിച്ചു. ഞാൻ പറഞ്ഞു, മാതാവേ, നീയും ഈശോയും അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല, ഇതിൽ നീ ഇടപെടണം. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം ജൂൺ ആയപ്പോഴേക്കും ഒരു AE ഓഫീസിൽ നിന്നൊരു അറിയിപ്പുണ്ടായി, അപ്പോയിൻമെൻറ്റ് പാസ്സാക്കുന്നു എന്ന് പറയും. അപ്പം ഞങ്ങൾ വിചാരിച്ചു റെഗുലറൈസ് ചെയ്ത് പാസ്സാക്കിയായിരിക്കുമെന്ന്. പക്ഷേ അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നപ്പോഴാണ് അറിയുന്നത് അത് ഡെയിലി വേജായി പാസ്സാക്കിയാണെന്നുള്ളത്. നല്ല വിഷമം തോന്നി. ആ സമയത്ത് ഞാൻ കരഞ്ഞുകൊണ്ട് ഈശോയോട് ചോദിച്ചു, ഈശോയെ, നീ എനിക്കൊരു സ്ഥിരം ജോലിയല്ലേ തന്നത്, പിന്നെന്താണ് ഇങ്ങനെ സംഭവിച്ചത്? കാരണം ഏജ് ഓവറായി, ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇനി എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ഒരു മാറ്റിവെക്കലോ ഇങ്ങനെ ഒന്നും സാധിക്കില്ല, ഏജ് ഓവറായി. അപ്പം ഞാൻ എടുത്തപ്പോൾ കിട്ടിയ വചനം ഏശയ്യ 69:9 ആയിരുന്നു. കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാകാതിരിക്കുമോ? ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ? അപ്പോൾ എനിക്ക് മനസ്സിലായി, അമ്മ ഈശോയുടെ കയ്യിൽ കൊടുത്ത വിഷയമാണ്, ഇതിൽ ഈശോ ഇടപെടും. അങ്ങനെ ഞാൻ നിരന്തരമായി പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നോടുള്ള എൻ്റെ ഉടമ്പടി പുതുക്കലിലേക്ക് എൻ്റെ നിയോഗമായി ഇത് ഞാൻ വെക്കുമായിരുന്നു. ഈശോയെ, ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ടാകരുത്, എനിക്കിനി ഒന്നും, എന്നെ സംബന്ധിച്ചിടത്തോളം ഏജ് ഓവറായി, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഗവൺമെൻറ് പുതിയൊരു ഓർഡർ ഇറക്കി. സുപ്രീം കോടതി NSSന് നൽകിയ വിധി അനുസരിച്ച് മാനേജ്മെൻറ്റുകൾ ഭിന്നശേഷി സംവരണത്തിനുള്ള സീറ്റുകൾ ഒഴിച്ചിടുകയാണെങ്കിൽ ബാക്കിയുള്ളവരുടെ നിയമനങ്ങൾ റെഗുലറൈസ് ചെയ്ത സാലറി സ്കെയിലിലേക്ക് പാസ്സാക്കുന്നുവെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും അതിൽ ഉൾപ്പെടുകയും ഈ ചൊവ്വാഴ്ച മാർച്ച് 17 എൻ്റെ അപ്പോയിൻമെൻറ്റ് റെഗുലറൈസ് ചെയ്ത് ഞാൻ എന്ന് ജോയിൻ ചെയ്തോ അന്നു മുതൽ ഉള്ള എൻ്റെ ആ സർവീസ് മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഈ പോസ്റ്റ് റെഗുലറൈസ് ചെയ്ത് ശമ്പള സ്കെയിലിലേക്ക് പാസ്സാക്കി ഓർഡറാക്കി. ആ ഓർഡറുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. അമ്മയോട് ആദ്യം പറയണമെന്ന് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട്
അമ്മയോട് തന്നെയാണ് ആദ്യം പറയുന്നത്. എൻ്റെ വീട്ടിൽ പോലും ഞാനിത് പറഞ്ഞിട്ടില്ല, എൻ്റെ സ്കൂളിലെ അധ്യാപകർക്കല്ലാതെ മറ്റാർക്കും ഇതറിയില്ല. അമ്മയോട് പറഞ്ഞതിന് ശേഷം മാത്രമേ എൻ്റെ വീട്ടിൽ കൂടെ അറിയിക്കുമെന്ന്. ഒരു അമ്മ നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന്, കാരണം ഒരു യോഗ്യതയും എനിക്കുണ്ടായിട്ടല്ല, ഈ അമ്മ തന്ന ഒരു അനുഗ്രഹം കൊണ്ട്, ഈശോയിൽ നിന്ന് വാങ്ങിത്തന്ന അനുഗ്രഹമാണിത്. എൻ്റെ ജീവിതത്തിൽ അമ്മയും ഈശോയും അല്ലാതെ വേറെ ആരുമില്ല. അവർ തന്ന ഈ അനുഗ്രഹത്തിന് ഞാൻ എന്നും നന്ദിയുള്ളവളായിരിക്കും. 1000 നന്ദി പറയുന്നു. അല്ലാതെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ഈ കാലയളവിൽ ഈശോ തന്നിട്ടുണ്ട്. എനിക്ക് അലർജിയുടെ അസുഖമുണ്ടായിരുന്നു. 2 വർഷമായിട്ട് പൊടി അലർജിയാണ്. അതുപോലെ തന്നെ തണുത്ത എന്തെങ്കിലും കഴിക്കുകയോ കാറ്റ് കൊള്ളുകയോ അങ്ങനെ ഭയങ്കരമായിട്ട് രാവിലെ ബുദ്ധിമുട്ടുമായിരുന്നു. തുമ്മലാണ്. ക്ലാസ്സിലൊക്കെ നിൽക്കുമ്പോൾ തുമ്മൽ തുടങ്ങിയ പിന്നെ ഒരു 2-3 കർച്ചീഫുകളായിട്ടാണ് പോണത്. പിന്നെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. തുമ്മൽ എന്നിട്ട് മഴ പെയ്യുന്നത് പോലെയാണ് മൂക്കിൽ നിന്ന് വരുന്നത്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ നീ എനിക്ക് ഒരുപാട് സഹനങ്ങൾ തന്നു, അത് ഞാനെല്ലാം സന്തോഷത്തോടെ ഏറ്റെടുക്കുകയാണ്. ഇതും ഒരു സഹനമായി നീ തരികയാണെങ്കിൽ ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പള്ളിയിൽ പോയിരിക്കുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാവിലെ ആകുമ്പോൾ ഇങ്ങനെ തുമ്മി മറ്റുള്ളവർക്കൊരു ശല്യം. അപ്പം ഞാനിങ്ങനെ പറയുമായിരുന്നു, നിൻ്റെ തിരുക്കുമാരൻ്റെ പീഡാസഹനങ്ങളുടെ കുറവുകളോട് ചേർത്ത് ഞാനിത് വയ്ക്കുന്നു, നീ ഇത് സ്വീകരിക്കണമെന്ന്. അങ്ങനെ ഞാൻ കുറച്ച് ദിവസം അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദിവസം അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ടോക്കിൽ അങ്ങനെ അച്ഛൻ പറഞ്ഞു, നമ്മുടെ സഹനങ്ങൾ ഈശോയുടെ പീഡാസഹനങ്ങളുടെ കുറവുകളോട് ചേർത്ത് വയ്ക്കണമെന്ന് പറയുകയാണ്. അത് കേട്ടതിന് ശേഷമാണ് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ അസുഖം ഇങ്ങനെ പൂർണ്ണമായും മാറി. ഇപ്പം എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമില്ല. ഞാൻ എല്ലാ ദിവസവും ഗുളിക കഴിക്കുന്ന ഒരാളായിരുന്നു. എന്നിട്ട് സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് ഉറക്കം വരുന്ന പോലെ തോന്നും. എങ്കിലും അത് കഴിക്കാതെ പോയി നിന്നാൽ ജലദോഷം കൊണ്ട് എനിക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റില്ല. അവരുടെ മുമ്പിൽ ഇരുന്ന് തുമ്മി ഇങ്ങനെ നിൽക്കണം. അവർക്കും അത് പകരുമോ എന്നോർത്ത് ഞാൻ പേടിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് ഗുളികയും കഴിക്കേണ്ട യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ എൻ്റെ മകന് യൂറിൻ പാസ് ചെയ്യുമ്പോൾ ആ ഹോൾ ചെറുതായതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാനൊരു ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു, അവന് സർജറി ചെയ്യണം, അനസ്തേഷ്യ കൊടുക്കണം, ഇപ്പോൾ ഒരു 10 വയസ്സ് കഴിയട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അതിന് ശേഷം ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്നു. ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവന് സർജറി ഇല്ലാതെ തന്നെ അത് മാറി. പിന്നെ ഒരു ഡോക്ടറെയും കാണിക്കേണ്ടി വന്നില്ല, അത് പൂർണ്ണമായി മാറി. അതുകൂടാതെ എൻ്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായ ഇത് പിന്നെ ഈ അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു കൂൾ എക്സാം പാസ്സാകണമായിരുന്നു. അതും ഞാൻ നിയോഗത്തിൽ വെച്ചു, അതും പാസ്സാകാൻ സാധിച്ചു. ചെറുതും വലുതുമായ അനുഗ്രഹം മാതാവ് ഈശോയിലൂടെ എനിക്ക് നേടിത്തന്നിരിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായി ചെയ്യുന്നത്, ഞങ്ങൾ അധ്യാപകർ കൂടിയൊരു ഗ്രൂപ്പുണ്ട്. അവിടെ ഞങ്ങൾ അഖണ്ഡ ജപമാല എല്ലാ മാസവും 2ാം ശനിയാഴ്ച നടത്താറുണ്ട് ഓരോ വീടുകളിൽ. അതിനുശേഷം അതിൻ്റെ പിറ്റേ ദിവസം ഒരു ഹോസ്പിറ്റൽ മിഷൻ പോലെ നടത്താറുണ്ട്. എല്ലാവരും പൈസ കളക്ട് ചെയ്ത്. അപ്പോൾ ക്യാൻസർ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലെ ക്യാൻസർ വാർഡ് സന്ദർശിക്കാറുണ്ട്. അവിടെ പോയി രോഗികളെ സന്ദർശിക്കുകയും പത്രവിതരണം നടത്തുകയും അവർക്ക് ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്യുകയും ചെയ്യാറുണ്ട്. അതുപോലെ മറ്റുള്ളവരും നമ്മളോട് സഹായം ചോദിക്കുന്നവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ ചെയ്തു കൊടുക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. എനിക്ക് അല്ലാതെ സ്വപ്നത്തിൽ ഒരു ദർശനമുണ്ടായി. എനിക്ക് ജോലിയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, ഈശോയെ ഞാനിവിടുന്ന് ഈ ജോലി ഉപേക്ഷിച്ച വേറെ ഏതെങ്കിലും ജോലി ചെയ്യുമെന്ന് പറയുമ്പോൾ എൻ്റെ കൂടെയുള്ള അധ്യാപകർ ഇതുപോലെ ഉടമ്പടിയിൽ നിയോഗം വെച്ച് അവരൊരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നവരാണെന്ന് പറയും. അപ്പോൾ അവരെന്നോട് പറയുന്നത്, നീ പ്രാർത്ഥിക്കുക, നിൻ്റെ വിളി എന്താണെന്ന് നീ മാതാവിനോട് ചോദിക്കുമെന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ കരഞ്ഞുകൊണ്ട് രാത്രി ഇങ്ങനെ പ്രാർത്ഥിച്ച് കിടക്കുകയാണ്, അമ്മേ നീ എന്നെ ഒരു അധ്യാപികയാക്കാനാണ് ആഗ്രഹിക്കുന്നത്, അതാണ് നീ എന്നെ വിളിച്ചിരിക്കുന്ന വിളിയെങ്കിൽ നീ എനിക്കത് വെളിപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്, എൻ്റെ സ്കൂളിൽ ഞങ്ങൾ രാവിലെ പോകുമ്പോൾ പ്രെയർ റൂമുണ്ട്, അധ്യാപകർ ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോകാറ്. അപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പം ഞങ്ങളുടെ സ്കൂളിൻ്റെ ഗേറ്റ് കടന്ന് ജോസഫ് അച്ഛൻ വരുന്നു. എന്നിട്ട് ഞങ്ങളെ എല്ലാവരെയും ബ്ലെസ് ചെയ്തിട്ടാണ് ക്ലാസ്സിലേക്ക് വിടുന്നത്. അപ്പം ഞാനിത് എൻ്റെ ടീച്ചേഴ്സിനോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അപ്പം നിൻ്റെ വിളി ഇത് തന്നെയാണ്, നീ പ്രാർത്ഥിക്കുക, നിനക്ക് ഒരു അനുഗ്രഹം മാതാവ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു ദിവസം സ്വപ്നത്തിൽ കാണുകയാണ്, ഈ ക്രൂശിത രൂപത്തിലുള്ള ഈശോ, ഇവിടെ അച്ഛൻ ഒരു ധ്യാനം നടക്കുന്നു, ആരാധന എഴുന്നള്ളിച്ചു, അച്ഛൻ ഇവിടെ നിന്ന് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈശോയ്ക്ക് ജീവൻ വെച്ചിട്ട് ഈശോ ഇറങ്ങി വന്ന് അച്ഛൻ്റെ അഭിമുഖമായി നിന്നിട്ട് അച്ഛനോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു. പിന്നെ അല്ലാതെ ഞാനിവിടെ വന്ന് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതായിട്ടൊരു ദിവസം സ്വപ്നത്തിൽ കാണുകയാണ്.
അപ്പോൾ ഈ ഈശോയുടെ വലത് കൈയിൽ നിന്ന് ഒരു പ്രകാശം എൻ്റെ മുഖത്ത് അടിക്കുന്നത് പോലെയും എനിക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ അൾത്താരെയും മാതാവിനെയും ഈശോയും ഒക്കെ സ്വപ്നത്തിൽ കാണാനുള്ള ഭാഗ്യവും അമ്മയും ഈശോയും എനിക്ക് നൽകുകയുണ്ടായി. അതിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് സീന. ഞാൻ കല്ലുപ്പാറ തിരുവല്ലയിൽ നിന്നാണ് വരുന്നത്. ഇന്ന് ഈ അൾത്താരയിൽ ഈ കുഞ്ഞുമായി വന്ന് നിൽക്കുവാൻ അനുഗ്രഹം നൽകിയ ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എനിക്ക് 10 വർഷം കഴിഞ്ഞാണ് ഈ കുഞ്ഞിനെ ദൈവം നൽകി അനുഗ്രഹിച്ചത്. എൻ്റെ ആദ്യ വിവാഹം 2013 പല കുടുംബ പ്രശ്നങ്ങൾ കാരണം അത് 7 വർഷത്തിന് ശേഷം വേർപിരിയേണ്ടി വന്നു. അതിനുശേഷം 2022 ഞാൻ രണ്ടാമത് വിവാഹിതയായി. 2 വർഷമായിട്ടും കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകാതിരുന്നപ്പോൾ ഞങ്ങൾ ഒരു ഡോക്ടറിനെ കാണുകയും അവരുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിലായിരിക്കുകയായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് എൻ്റെ ലെഫ്റ്റ് ട്യൂബ് ബ്ലോക്കാണ്, അതുകൊണ്ട് എനിക്ക് ഒന്നിടവിട്ട മാസങ്ങളിൽ മാത്രമേ പ്രഗ്നൻസിക്ക് ചാൻസ് ഉള്ളെന്നാണ്. ആ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ട്രീറ്റ്മെൻറ്റിലായിരുന്നു 1 വർഷത്തോളം. പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല. അതിനുശേഷം ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, നോർമലായി ഇനി കൺസീവ് ആകാൻ ചാൻസ് ഇല്ല, IVF ചെയ്യണം, അത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാവുകയുള്ളൂ എന്ന് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു. പക്ഷേ ഞാനും എൻ്റെ ഹസ്ബൻഡും അതിന് ഒട്ടും തയ്യാറായിരുന്നില്ല. 2023 ജൂലൈ മാസത്തിലാണ് ആദ്യമായിട്ട് ഞാനിവിടെ വന്നത്. കൃപാസനത്തിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും വന്നു. പക്ഷേ ഞങ്ങൾ ഉടമ്പടി ഒന്നും എടുത്തില്ല. ഇവിടെ വന്നിരുന്നു, പ്രാർത്ഥിച്ചു. രാവിലെ വന്ന് ഉച്ച കഴിയുന്നത് വരെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോയി. എന്നാൽ 2024 ജൂലൈ 30 ഞാനിവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടി തലയിലും എൻ്റെ നെറ്റിയിലും എൻ്റെ വയറിലും കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം കുഞ്ഞില്ല എന്നതിൻ്റെ പേരിൽ ഒത്തിരി അവഗണനയും വേദനയും ഒക്കെ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ ഫലമായി ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട്, നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ കാശുരൂപം മുറുകെ പിടിച്ചുകൊണ്ടാണ് എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഉടമ്പടി എടുത്ത് 65-ാം ദിവസം എൻ്റെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായി. എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന സമയത്താണ്. അതിനു മുൻപൊക്കെ ആണെങ്കിൽ എല്ലാ മാസവും ടെസ്റ്റ് ചെയ്ത് നോക്കുകയും പ്രഗ്നൻ്റ് ആവുന്നില്ലല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം തരുമ്പോൾ തരട്ടെ, ഇനി അതിനെ ഓർത്ത് ഞങ്ങൾ ഒരിക്കലും ദുഃഖിക്കില്ല എന്ന്, അല്ലെ അതിനെപ്പറ്റി ഓർത്ത് വേവലാതിപ്പെടുകയില്ലെന്ന് ഇത് പറഞ്ഞിരിക്കുമ്പോഴാണ് എനിക്ക് ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ തോന്നിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അത് പോസിറ്റീവായിരുന്നു. സത്യം പറഞ്ഞാൽ ദൈവത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അത്രയ്ക്ക് വലിയ അനുഗ്രഹമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം നൽകിയത്. 30 വയസ്സ് കഴിഞ്ഞതുകൊണ്ട് പ്രഗ്നൻസി കോംപ്ലിക്കേറ്റഡ് ആകുമെന്നാണ് എല്ലാവരും പറയുക. ഡോക്ടേഴ്സ് ആണെങ്കിലും കൂടെയുള്ളവരാണെങ്കിലും അതോർത്ത് ഞാൻ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. ഓരോ ടെസ്റ്റിന് പോകുമ്പോഴും ഓരോ സ്കാനിങ്ങിന് പോകുമ്പോഴും ഞാൻ തൈലം പൂശി കാശുരൂപം കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാനിവനെ ഒരു കുഴപ്പമില്ലാതെ എല്ലാവരെയും പോലെ തന്നെ ഒരു നോർമൽ കുഞ്ഞായിട്ട് തന്നെയാണ് ഇവൻ എനിക്ക് ദൈവം നൽകി അനുഗ്രഹിച്ചത്. അത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇവൻ ജനിച്ചതിന് ശേഷം, ഇവൻ ജനിച്ചത് 2025 മെയ് 21-ാം തീയതിയാണ്. ഇവൻ ജനിച്ച് 3 മാസമൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് കൈ രണ്ടിലും ഭയങ്കര വേദനയായി. കുഞ്ഞിനെ എടുക്കുവാനോ സ്വന്തമായിട്ട് ആഹാരം വാരി കഴിക്കുവാനോ തലമുടി ഒന്ന് കെട്ടുവാനോ ഒരു ഡ്രസ്സ് എടുത്തിടുവാനോ പറ്റാത്ത രീതിയിൽ കൈകൾക്ക് ഭയങ്കര വേദനയായിരുന്നു. ഒരു ഓർത്തോയെ കാണിച്ചപ്പോൾ പറഞ്ഞത് മമ്മി സ്തംഭം എന്നൊരു അസുഖമാണ്. കുഞ്ഞിനെ എടുക്കുകയും ഭാരമൊക്കെ നമ്മൾ ഒത്തിരി എടുക്കുമ്പോൾ കൈകൾക്കുണ്ടാവുന്നതാണ്. ഒരു സർജറി ചെയ്താൽ മാത്രമേ ഇത് മാറത്തുള്ളെന്നാണ്. പക്ഷെ ഞാൻ ആ സർജറിക്ക് ഒട്ടും തയ്യാറായിരുന്നില്ല. അതുകൊണ്ടൊരു സെക്കൻഡ് ഒപ്പീനിയൻ എന്ന പോലെ വേറൊരു ഡോക്ടറിനെ കാണുകയും ആ ഡോക്ടർ ഫിസിയോതെറാപ്പി ചെയ്യാൻ പറയുകയും ചെയ്തു. പക്ഷെ അതുകൊണ്ടൊന്നും തന്നെ എനിക്ക് വേദന കുറയുന്നുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചു. തൈലം പൂശി കാശുരൂപം മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ എടുക്കാനും എൻ്റെ കാര്യങ്ങളെങ്കിലും എനിക്ക് ചെയ്യാനും വേണ്ടിയിട്ട് എൻ്റെ ഈ വേദനകളെല്ലാം ഒന്ന് മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ 2 കൈയിലെയും വേദനകൾ മാറുകയും എനിക്ക് എൻ്റെ കുഞ്ഞിനെ എടുക്കാനും എൻ്റെ കാര്യങ്ങൾ സ്വന്തമായി ചെയ്യുവാനും ഒക്കെ സാധിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കൂടെയുള്ളവർക്കും ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് നൽകി അനുഗ്രഹിച്ചു.
എല്ലാ ദിവസവും പ്രാർത്ഥനയിൽ ഞാൻ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. എനിക്ക് വേണ്ടി മാത്രമല്ല, എന്നെപ്പോലെയും വേദന അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പത്രം വാങ്ങി എല്ലാവർക്കും കൊടുക്കുമ്പോൾ ഞാനത് പ്രാർത്ഥിച്ചാണ് കൊടുക്കുക. ഇത് വാങ്ങിക്കുന്നവർക്ക് അവരുടെ ഒരു നിയോഗമെങ്കിലും മാതാവ് സാധിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ എന്നെക്കൊണ്ടാവുന്ന പോലെയൊക്കെ സഹായങ്ങൾ നൽകാൻ ഞാൻ ഒട്ടും മടിക്കാറില്ല. ഇത്രയൊക്കെ തന്ന എൻ്റെ ദൈവത്തിനും മാതാവിനും 1000 നന്ദി ഞാൻ പറയുകയാണ്.